വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് തുറമുഖത്തിൻ്റെ പണി പൂർണ്ണമായും ഏകദേശം 1200 മീറ്ററോളം നിലവിലുള്ള പണി പൂർണ്ണമായിട്ടുണ്ട്. ഈ വർഷം തന്നെ ഹാർബർ ഉദ്ഘാടനം ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഹാർബറിൻ്റെ ഓപ്പണിംഗ് നടക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇതുവഴിയാണ് നമ്മുടെ ഹാർബറിലേക്ക് പോകുന്ന, അതായത് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിലേക്കുള്ള ഹാർബറിലേക്ക് പോകേണ്ട വഴി ഗവൺമെൻറ് ഏറ്റെടുത്തിട്ട് 15 വർഷത്തിലേറെയായി. ഈ ഭൂമി ഏറ്റെടുത്തിട്ട് 15 വർഷത്തോളമായി. നാളിതുവരെ ഇതിൻ്റെ പണി എങ്ങുമെത്താതെ കിടക്കുകയാണ്. റോഡ് വന്നാൽ മാത്രമേ പദ്ധതി കൊണ്ട് ഏതെങ്കിലും ഗുണം ഈ നാട്ടുകാർക്കുണ്ടാവുകയുള്ളൂ. മേൽ കമ്പി കണ്ടോ, പൂർണ്ണമായും തിരുമ്പെടുത്ത് കിടക്കും. ഇതിന് മുകളിൽ ഇനി കോൺക്രീറ്റ് സെറ്റ് ചെയ്യേണ്ടതുണ്ട്. ഈ പദ്ധതിയുടെ ഈ പണി, അതായത് ഈ റോഡിൻ്റെ പണി തുടങ്ങിയിട്ട് പണി പാതി വഴിയിൽ നിർത്തിയിട്ടിട്ട് തന്നെ ഏകദേശം 1 വർഷത്തിന് മുകളിലായി. നമ്മുടെയൊക്കെ നികുതി പണമാണ് ഈ കിടന്ന് തിരുമ്പെടുക്കുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും ഓർമ്മ വേണം. കഴക്കൂട്ടം കാരോട് ബൈപ്പാസാണിത്. ഇവിടെ നിന്ന് അങ്ങോട്ടാണ്, ഇങ്ങനെയാണ് പുതിയ റിംഗ് റോഡ് പോകുന്നത്. റിംഗ് റോഡിൻ്റെ തുടക്കം വരുന്നത് നമ്മൾ ഈ കാണുന്ന പാലത്തിൽ നിന്നാണ്. ഇതിൻ്റെ ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് പ്രമാണം വാങ്ങിയിട്ട് തന്നെ 2 വർഷത്തിന് മുകളിലായി. ഇതുവരെ സംസ്ഥാന സർക്കാർ ഈ ഭൂമി ഏറ്റെടുക്കുന്നതിന് തയ്യാറാകണമെന്നാണ് എൻ്റെ അപേക്ഷ. എല്ലാവരും ഇതുമായിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ നിർമ്മിതി ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട് 1 വർഷത്തിന് ഒന്നല്ല കൂടുതലായി, ഇതിന് മുകളിൽ വർഷത്തോളം പഴക്കമുണ്ട് ഈ നിർമ്മിതി ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട്. കണ്ടില്ലേ, കമ്പിയെല്ലാം പൂർണ്ണമായി തിരുമ്പെടുത്ത അവസ്ഥയാണ്. തിരുമ്പ്, അതായത് ഇത് തന്നെയാണ് വീണ്ടും ഉപയോഗിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മൾ നേരത്തെ കണ്ട അതേ പാലമാണ്. ഈ തിരുമ്പെടുക്കുന്നത് നമ്മുടെ നികുതി പണമല്ലേ? ഒരു വർഷത്തിലധികമായി ഈ പണി ഇങ്ങനെ നിർത്തലാക്കിയിട്ടിട്ട്. ഇഴജന്തുക്കളുടെ ശല്യം രൂക്ഷമായിരിക്കുകയാണ്. എങ്ങുമെത്താതെ വിഴിഞ്ഞം പദ്ധതി കിടക്കുന്നതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കുക. കേരള ഗവൺമെൻറ് അടിയന്തര നടപടി ഈ വിഷയത്തിൽ സ്വീകരിക്കുക. കരമാർഗമുള്ള റോഡിൻ്റെ പണി പൂർണ്ണമായും തീർക്കേണ്ടത് അത്യാവശ്യമാണ്. നമ്മൾ നേരത്തെ കണ്ട പാലം ഇതാണ്. ഇതിൻ്റെ നിർമ്മിതിയാണ് ഇങ്ങോട്ടേക്ക് പോകേണ്ടത്. എങ്ങുമെത്താതെ കിടക്കുകയാണ് ഈ പദ്ധതി. ഇത് മുല്ലൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് മുൻഭാഗം. നിർമ്മാണം എങ്ങും എത്താതെ കിടക്കുകയാണ്. ഇതാ കണ്ടില്ലേ, അവിടെ നിന്നാണ് വിഴിഞ്ഞം പദ്ധതിയുടെ എൻട്രൻസ് നിലവിൽ നിൽക്കുന്നത്. ഈ റോഡാണ് കണക്ട് ചെയ്യേണ്ടത്. മുഖ്യമന്ത്രി എന്ത് പണി ചെയ്തിട്ടാണ് ഇവിടെ വന്ന് ഉദ്ഘാടനം ചെയ്തതെന്ന് മുഖ്യമന്ത്രിക്ക് പോലും അറിയില്ല എന്ന മട്ടിലാണ് ഈ പണിയുടെ കിടപ്പ്. ഈ വഴി യഥാർത്ഥത്തിൽ ശരിയായ രീതിയിൽ നടന്നിരുന്നുവെങ്കിൽ നമ്മുടെ നാട്ടുകാരനായിട്ടുള്ള അനന്തു മരണപ്പെടില്ലായിരുന്നു.
എങ്ങുമെത്താതെ കിടക്കുന്ന ഈ റോഡിന് ശാശ്വത പരിഹാരം കണ്ടെത്തുവാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന.